ഇലക്ഷൻ കാലമായി. ഇലക്ട്രൽ ബോണ്ടുകളുടെ കാലവും എന്താ, അത് അവസാനിച്ചു. അതിൻ്റെ കേസ് എന്തായി എന്നോട് നമ്മൾ ഇപ്പോൾ ഒന്ന് ആലോചിക്കുന്നതായിരിക്കും. സുപ്രീം കോടതി വിധി എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഫെബ്രുവരി 15 സുപ്രീം കോടതി വിധിച്ചത് എന്താ പറഞ്ഞത്? ഇത് ഭരണഘടനാ വിരുദ്ധം. ഇലക്ട്രൽ ബോണ്ട് ജനാധിപത്യ പ്രക്രിയയിലെ സുതാര്യത ഇല്ലാതാക്കും. ആർട്ടിക്കിൾ 19 ലംഘനമാണ്, വ്യക്തി സ്വാതന്ത്ര്യ ലംഘനമാണ്. ഏതൊക്കെ പാർട്ടികൾക്ക് ആരൊക്കെ സംഭാവന കൊടുത്തു എന്ന് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അറിയാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. അത് നിഷേധിക്കുന്ന പരിപാടിയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. അത് നിരോധിച്ചുകൊണ്ട്, ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രീം കോടതി ചരിത്രപരമായ തീരുമാനമാണ് അന്നെടുത്തത്. എന്നിട്ടൊരു ചാർട്ട്, ഒരു കലണ്ടർ വെച്ചു, ടൈം ടേബിൾ. ഇനി മേലാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. കാരണം ഇലക്ട്രൽ ബോണ്ട് നിയമം കൊണ്ടുവന്നിട്ട് അതിന്റെ നടത്തിപ്പുകാരനായിട്ട് നിശ്ചയിച്ചത് പൊതുമേഖലാ ബാങ്കായ SBI ആണ്. അപ്പൊ SBI ഈ പറയുന്ന നിയമം വന്നതിന് ശേഷമുള്ള 2018 നിയമം കൊണ്ടുവന്നു. 2019 മുതൽ ഇപ്പോൾ ഈ വർഷം ഈ സമയം വരെ, ഈ വിധി വരുന്നവരെ സ്വീകരിച്ച പണം, തുക എന്ന് പറയുന്നത് സിംപ്ലി കടപ്പത്രം, ബോണ്ട്. ഇലക്ട്രൽ എന്ന പേര് വരുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കുള്ള സംഭാവന. അത് വ്യക്തിക്ക് കൊടുക്കാം, കമ്പനികൾക്ക് കൊടുക്കാം, വലിയ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാം, ഏത് പാർട്ടിക്ക് കൊടുക്കണം അവർ തീരുമാനിക്കാം. അവർ SBI എന്നൊരു ബോണ്ട് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു 10 ബോണ്ട് വാങ്ങുന്നില്ല, 100 ബോണ്ട് വാങ്ങുന്നു. BJPക്ക് ഇത്ര രൂപ, കോൺഗ്രസിന് ഇത്ര രൂപ, മറ്റു പാർട്ടികൾക്ക് ഇത്ര രൂപ. അങ്ങനെ ആ ബോണ്ട് വാങ്ങിയിട്ട് ആ പൈസ അവിടെ SBIയിൽ കൊടുക്കുന്നു. SBI ആ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പാർട്ടിക്ക് കൈമാറുന്നു. എല്ലാം വളരെ സുതാര്യം, ഒരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടയിലെ, പ്രചരണത്തിനിടയിലെ ഈ കള്ളപ്പണം നിരോധിക്കാനും ഹവാലമണി നിരോധിക്കാനും വളരെ സുതാര്യമായ, ഫലപ്രദമായ നിയമമാണ് കൊണ്ടുവന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത്, നരേന്ദ്രമോദി ഗവൺമെന്റ്. പക്ഷെ എന്താ, ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി വിധിച്ചതിന് എന്തിനായിരുന്നു? 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് വിധിച്ചത്. ആലോചിക്കണം. മേലാൽ ബോണ്ട് ഇഷ്യൂ ചെയ്യരുത് എന്ന നിർദ്ദേശം, ഇന്നു മുതൽ ചെയ്യരുത് എന്ന നിർദ്ദേശം ഈ വിധി പ്രഖ്യാപിച്ച ഫെബ്രുവരി 15 സുപ്രീം കോടതി SBIയോട് പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്തേക്കാൻ പറഞ്ഞു, ഫ്രീസ് ചെയ്ത് മരവിപ്പിച്ചു. 2019 മുതൽ ഇപ്പൊ ഈ വിധി വരുന്നവരെ, ഫെബ്രുവരി 15 വിധി വരുന്നവരെ ഇഷ്യൂ ചെയ്ത ബോണ്ടുകളുടെ കണക്ക്, അതിൽ നിന്ന് ഏത് പാർട്ടിക്ക് എത്ര പൈസ പോയി, ഇക്കാര്യങ്ങളെല്ലാം മാർച്ച് 6 മുമ്പ് SBI കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് കൈമാറണം. വിധിയിലെ ടൈം ടേബിളാണ്. മാർച്ച് 6 ഇപ്പൊ കഴിഞ്ഞ്, അതിലേക്ക് ഇപ്പൊ ഞങ്ങൾ വരുന്നത്. അപ്പൊ മാർച്ച് 10 ആയല്ലോ. ഈ പണം ആർക്കൊക്കെ കിട്ടി, ഏതൊക്കെ പാർട്ടിക്ക് കിട്ടി എന്ന്, ഏതൊക്കെ കമ്പനികൾ തന്നു എന്നതിന്റെ കണക്ക് കൊടുത്തോ? ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തോ? ഇലക്ഷൻ കമ്മീഷൻ മാർച്ച് 13 മുമ്പ്, ഇന്ന് 13-ാം തീയതിക്ക് മുമ്പായിട്ട് SBI കൊടുത്ത ഈ ഡീറ്റെയിൽസ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കണം. അതായിരുന്നു സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ 5 അംഗ ബെഞ്ചിന്റെ വിധി. കാരണം ജനങ്ങൾക്കെല്ലാം കാണാൻ പറ്റും ആർക്കൊക്കെ, ആരൊക്കെ, ഏതൊക്കെ കമ്പനികളാണ് എത്ര രൂപ കൊടുത്തു എന്നുള്ളത്. ഈ ബോണ്ട് വഴി ഏതാണ്ട് 22,207 ബോണ്ടുകളാണ് ഇതുവരെ വിറ്റത്. SBI വഴി 22,207 ബോണ്ട്. ഈ ബോണ്ടുകളിൽ നിന്ന് 95% വിഹിതവും പണവും കിട്ടിയത് BJPക്കാണ്, ഭരിക്കുന്ന പാർട്ടിക്ക്. അപ്പൊ ഈ ബോണ്ട് കൊണ്ടുവന്നതിന്റെ സുതാര്യത എന്താണെന്ന് മനസ്സിലായില്ല. മോദി സർക്കാരിന്റെ ആ നിഷ്കളങ്കമായ സുതാര്യത മനസ്സിലായില്ല. ഏതാണ്ട് 6,000-ഓളം കോടി രൂപയാണ് ബോണ്ട് വഴി, ഇലക്ട്രൽ ബോണ്ട് വഴി BJP കിട്ടിയത്. പിന്നെ മറ്റ് പാർട്ടികൾക്ക് നക്കാപ്പിച്ചാണ്. രണ്ടാമതായിട്ട് കൂടുതൽ കിട്ടിയത് കോൺഗ്രസ്, പിന്നെ കുറച്ച് പാർട്ടികൾ. പിന്നെ ഈ ബോണ്ട് സ്വീകരിക്കാതെ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോയത് രാജ്യത്തെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം CPIM മാത്രമാണ്. ആ കേസും കൊണ്ട് സുപ്രീം കോടതിയിൽ CPIM പോയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ എന്ന കാര്യം നമ്മളിവിടെ വീണ്ടും ഓർക്കണം. ഇത്രയും വലിയ ഒരു ഡേറ്റയാണോ ഇത്? സുപ്രീം കോടതി പറഞ്ഞ പ്രകാരം ഇത് SBI പോലെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലയല്ല, സ്വകാര്യ മേഖല രണ്ടും കൂട്ടിയാലും രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് ആണ് സംവിധാനങ്ങൾ, സേവനങ്ങൾ. അങ്ങനെയുള്ള ഒരു ബാങ്കിന്
കോടിക്കണക്കിന് നിക്ഷേപകര് ഉള്ള അല്ലെങ്കിൽ അക്കൗണ്ടുകളുള്ള ഒരു ബാങ്കിന് വെറും 22,207 ഇലക്ട്രൽ ബോണ്ടുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ എന്താ കഴിയാതെ പോയത്? എവിടെ? ഇലക്ഷൻ കമ്മീഷൻ. അതാണ് വലിയ ആനപ്പണിയാണോ? 2 ദിവസത്തെ അല്ലെ 24 മണിക്കൂറിലെ ഡേറ്റ വർക്ക് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ, ഡേറ്റ എൻട്രി വർക്ക് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. കാരണം ഇതിലെ സാങ്കേതികത നമ്മൾ അറിഞ്ഞിരിക്കണം. ജനങ്ങളെ എന്നും പറ്റിക്കാമെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. ഈ മാർച്ച് 6 മുമ്പ് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുമ്പേ കോടതിയിലേക്ക് പോയി SBI പോയിട്ട് പറഞ്ഞു സമയം നീട്ടിത്തരണം, ഞങ്ങൾക്ക് ഈ മാർച്ച് 6 മുമ്പ് ഇത് കൊടുക്കാൻ കഴിയത്തില്ല, ഞങ്ങൾക്കൊരു 4 മാസം കൂടെ നീട്ടിത്തരണം, ജൂൺ 30 ഞങ്ങൾ കൊടുത്തേക്കാം. അങ്ങനെ മാർച്ച് 6 ഡെഡ് ലൈൻ SBI പാലിച്ചില്ല. പക്ഷേ കോടതി ലക്ഷ്യം ഭയന്ന് സുപ്രീം കോടതിയിൽ പോയിട്ട് ഇരുന്ന് ഇങ്ങനെ അപേക്ഷ കൊടുത്തു, സമയം ഇനി വേണം, ജൂൺ 30 വരെ വേണം. അതിനകത്ത് സുപ്രീം കോടതി മറുപടി പറഞ്ഞിട്ടില്ല, കേസ് നടക്കുകയാണ്. അടുത്ത ദിവസം സുപ്രീം കോടതി SBIയുടെ ചെവിക്ക് പിടിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കും. ഈ പറയുന്ന മാർച്ച് 13 ഇതിന്റെ സർവ്വ ഡീറ്റെയിൽസ്, ആരൊക്കെ ഏതൊക്കെ പാർട്ടിക്ക് പൈസ കൊടുത്ത് എത്ര കിട്ടി, ഏതൊക്കെ പാർട്ടിയാണ്, ഏതൊക്കെ കമ്പനിയാണ്, ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ 13 പബ്ലിഷ് ചെയ്യണം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി, ഈ ചരിത്ര വിധി ഫെബ്രുവരി 15 പറഞ്ഞത്. ഇതൊന്നും SBI പാലിച്ചില്ല. പാലിക്കാതെ കോടതി അലക്ഷ്യം വരാതിരിക്കാൻ വേണ്ടി കോടതിയെ പോയി വീണ്ടും ശരണം പ്രാപിച്ചിരിക്കുകയാണ്. അത് കോടതി തീരുമാനിക്കട്ടെ. ഇനി ഞങ്ങൾ ഇതിന്റെ സാങ്കേതിക വിഷയമാണ് ചോദിക്കുന്നത്. പിന്നെ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം. ഈ 22,207 കടപ്പത്രങ്ങൾ വാങ്ങി പൈസ കൊടുത്തതിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ 4 മാസം ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ബാങ്കിന് വേണോ? ഇത് ആൾക്കാരെ പറ്റിക്കലാണ്. കാരണം ഇതിനകം തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സോഫ്റ്റ് കോപ്പീസ് ഇതിനകം തന്നെ SBI കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ആ കോപ്പി തന്നെ കൊണ്ട് അതേപടി ഡിജിറ്റലായിട്ട് SBI കൊണ്ടുപോയി ഇലക്ഷൻ കമ്മീഷന് കൊടുത്താൽ മതി. ഇലക്ഷൻ കമ്മീഷൻ അതേപടി ഇലക്ഷൻ കമ്മീഷൻ അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്താൽ മതി. ഇതിനാകെ 24 മണിക്കൂർ പോലും വേണ്ട. പിന്നത് ഈ 4 മാസം ചോദിച്ചത്. 4 മാസം വളരെ പ്രധാനമാണ്. എന്തേ? ലോക്സഭാ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് ഇത് പുറത്തു വിടരുത് എന്ന് നരേന്ദ്രമോദി സർക്കാർ SBIയോട് പറഞ്ഞു, വിരട്ടി. കാരണം കേന്ദ്ര ബാങ്ക് പൊതുമേഖലാ ബാങ്ക് അല്ലേ, നരേന്ദ്രമോദി സർക്കാർ വിരട്ടി. ഒരു കാരണവശാലും ഇലക്ഷന് മുമ്പ് ഈ സാധനം പുറത്തു വരരുത്, നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോണം. ഇലക്ഷൻ മെയ്ക്കുള്ളിൽ നടക്കണം, മെയ് 15 മെയ് 20 ഇലക്ഷൻ നടക്കണം, റിസൾട്ട് വരണം, പുതിയ സർക്കാർ അധികാരത്തിൽ വരണം, ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ട്. നരേന്ദ്രമോദി ഗവൺമെന്റ് ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യമാണിത്. എന്താണെന്ന് വെച്ചാല് കൊടുത്തവന്റെയും ഇപ്പൊ വാങ്ങിയവന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. BJPക്കാണ് സിംഹഭാഗം 95% കോടികൾ, 6000 കോടികളൊക്കെ കിട്ടിയത്. പ്രശ്നം തന്നവന്റെ പ്രശ്നമാണ്, ഡൊണേറ്റ് ചെയ്തതിന്റെ. ബോണ്ട് വാങ്ങിയവരാരൊക്കെയാണ്, അത് ഏതൊക്കെ കോർപ്പറേറ്റുകളാണ്, ഏതൊക്കെ കമ്പനികളാണ്, ഏതൊക്കെ വ്യക്തികളാണ് ഈ ബോണ്ട് വാങ്ങിയിട്ട് BJP കാശ് കൊടുത്തത്? ഇത് പുറത്തു വന്നാൽ BJP സർക്കാരിന്റെ, നരേന്ദ്രമോദി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കും. അത് ചർച്ചയാവും. BJPക്ക് വേണ്ടി ബോണ്ടിൽ വാങ്ങി പൈസ കൊടുത്തവൻ ആരൊക്കെ എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യും. അത് പേടിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ട് SBIയെ വിരട്ടി. നാണമില്ല ഈ ബാങ്കിന്, SBIക്ക് എന്ന്. എനിക്ക് എൻ്റെ ബാങ്കിനെ പറ്റി സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു. നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലേന്നറിയുമ്പോൾ, ഉണ്ട് നമുക്കറിയാം, പക്ഷേ ഈ പൊതുവെ കാണിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലേ, ഉഡായിപ്പ്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ഓരോ അക്കൗണ്ട് ഹോൾഡറും സംശയിച്ചു പോയില്ലേ? കാര്യം ഇപ്പം അതെല്ലാം അറിയാമല്ലോ. മോദി പറഞ്ഞു, കേന്ദ്ര സർക്കാർ പറഞ്ഞു, നിർമ്മല സീതാരാമൻ പറഞ്ഞു 30 വരെ നമ്മൾ നീട്ടിക്കൊണ്ട് പോകണം. കാരണം ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് തലവേദനയാകും. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുറത്തു വന്നിട്ട് അതിനും പുറത്തു വരാൻ പാടില്ല. അപ്പോൾ ദാസന്മാരായ SBIയുടെ മാനേജ്മെന്റ്, തലപ്പത്തിരിക്കുന്നവർ സുപ്രീം കോടതിയിലേക്ക് എഴുന്നള്ളി ഞങ്ങൾക്ക് സമയം തരണം. ഇതിവിടെ തീരത്തില്ല. കോടതി അടുത്ത സിറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പൊ അറിയാം ഇലക്ഷന് മുമ്പ് ഇത് കൊടുക്കോ ഇല്ലയോ നമുക്കറിയാം.
കോടതിയിൽ നിന്ന് ഇനി ഒഴിഞ്ഞോടാൻ പറ്റത്തില്ല. അടുത്ത ഡെഡ് ലൈൻ വരും. അതിനു മുമ്പ് തന്നെ ഇത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം SBI കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കേണ്ടി വരും. ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുമ്പോൾ അത് അവർ പബ്ലിഷ് ചെയ്യുമോ ഇല്ലയോ എന്ന രണ്ടാമത്തെ വിഷയം. കാരണം ഇലക്ഷൻ കമ്മീഷനിൽ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഏകാംഗ കമ്മീഷനായി മാറി. ഇപ്പൊ ഒരു കമ്മീഷൻ കൂടെ രാജിവെച്ച് പോയി. നേരത്തെ ഒരാൾ റിട്ടയർ ചെയ്ത് ഇപ്പോൾ ഒറ്റ കമ്മീഷൻ അങ്ങനെ ഉള്ളൂ. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരുതരം ഈ ഭിന്നശേഷിയായി കഴിഞ്ഞു, ഹാൻഡിക്യാപ്ഡ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോ 2 ഇലക്ഷൻ കമ്മീഷണർമാരെ കേന്ദ്രം നിയോഗിക്കും. അത് വേറെ ഇഷ്യൂ ആണ്. ആ സ്റ്റോറി വേറെ ചെയ്യാം. അപ്പൊ ഇതിനകത്തൊക്കെ കുറെ ദുരൂഹതകളുണ്ട്, കുറെ പൊളിറ്റിക്കൽ ഡ്രാമ നാടകങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇതിനെ ഭരണഘടനാ വിരുദ്ധം എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇത്തരം വളരെ ബോൾഡായിട്ടുള്ള ധൈര്യപൂർവമായ ഒരു വിധി പ്രഖ്യാപിച്ചത്. വരുന്ന ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി വളരെ വലിയ ചർച്ചകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇലക്ട്രൽ ബോണ്ടും SBIയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും, ഈ 3 കാര്യങ്ങൾ അതൊരു വലിയ ചർച്ചാ വിഷയമാകാനുള്ള സാധ്യത ഇങ്ങനെ എയറിൽ കിടക്കുകയാണ്.